വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മീഷോ ഹോളാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് അധികം മാക്സി ഡ്രസ്സസ് ആണ്. കാരണം അധികം പേർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടിയാണ് മാക്സി ഡ്രസ്സ്, എന്നാലും വളരെ സ്റ്റൈലിഷ് ആണ്. അപ്പോൾ നമ്മൾ കുറേ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനൊരു ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഇവിടെ കൊടുക്കുക, ഇഷ്ടമാണെങ്കിൽ അവിടെയും കൂടി ഫോളോ ചെയ്യാം. ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഇടുമ്പോൾ കാണിക്കുന്ന ഡ്രസ്സസിലും കൂടുതൽ ഡ്രസ്സസിൻ്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ മാക്സിമം വോയിസ് ഓവർ കൊടുത്തിട്ടാണ് അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസും എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് റിവ്യൂ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ എന്നുള്ളത് കൊണ്ട്. സോ 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റിൽ താഴെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓരോ ഡ്രസ്സിൻ്റെ റിവ്യൂ ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ കുറേ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഓരോരോ ഡ്രസ്സസ് ആയിട്ട് കാണാം. സോ നമ്മളുടെ ആദ്യത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നല്ല ബ്ലാക്ക് റെഡ് ഗ്രീൻ ഈ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗത്തുണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ ഒരു ചുരുക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇത്രയും നമ്മളുടെ കഴുത്തുണ്ട്, മാക്സിമം കവറേജ് തരുന്ന ഒരു ഡ്രസ്സാണ് ഇത് കേട്ടോ. നല്ല കവറേജ് തരുന്നുണ്ട്. പിന്നെ അതാ നമുക്ക് ഇവിടെ ഇങ്ങനെ ടൈ ചെയ്യാനുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫുൾ സ്ലീവ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ ക്രേപ്പാണ്. ക്രേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കേട് വരുന്ന പ്രശ്നം, കളർ ഇളകുന്ന പ്രശ്നം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഫുൾ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൈ ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങോട്ട് വീഴുന്ന അങ്ങനത്തെ പ്രശ്നമില്ല. നല്ലൊരു മോഡസ്റ്റ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള സൈസ് സ്മോൾ ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ലൂസ് ഫിറ്റിൽ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ സൈസിനേക്കാളും ഒരു സൈസ് അപ്പ് എടുക്കുക. എൻ്റെ കറക്റ്റ് സൈസ് സ്മോൾ അല്ലെങ്കിൽ മീഡിയം ആണ് വരാറുള്ളത്. ഇതിൽ എക്സ്ട്രാ സ്മോളും അവൈലബിൾ ആണ്. സോ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫിറ്റ് ആൻഡ് ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഡ്രസ്സാണിത്. ഇത് ഫുൾ ലെങ്ത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. മാക്സി ലെങ്ത്തിൽ നിൽക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ മാക്സി ഡ്രസ്സാണെന്ന് വിചാരിച്ച് വാങ്ങിക്കുന്നത് എനിക്ക് ഫുൾ ലെങ്ത്തിൽ വരാറില്ല. പക്ഷേ ഇത് എനിക്ക് ഫുൾ ലെങ്ത്തിൽ വരുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 ഫീറ്റ് ആണ്. എന്നെക്കാളും ഒരുപാട് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആങ്കിൾ ലെങ്ത്തിലൊക്കെ ആയിരിക്കും ഇത് നിൽക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് വേറൊരു ലെയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇതിന് നല്ലൊരു കട്ടിങ്, നിങ്ങൾക്ക് കറക്റ്റ് എൻ്റെ ട്രൈ ഓണിൽ മനസ്സിലാവും. അങ്ങനത്തെ ഒരു കട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഓവറോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ് ഒന്നും വന്നിട്ടില്ല. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിനടിയിൽ എന്തായാലും നമ്മളൊരു പാൻറ് ഇടുമല്ലോ. ഇതിൻ്റെ പ്രൈസാണ് എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തത്. 300 സംതിങ്ങിനാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. സോ നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഡ്രസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ അടുത്തതും ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ സെയിം മെറ്റീരിയലിൽ വരുന്ന ഈ സെയിം പ്രൈസിൽ വരുന്ന ഡ്രസ്സസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. നമ്മളുടെ നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് കാണിച്ച ഡ്രസ്സിൻ്റെ സെയിം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രിൻറ്റും കളേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ട്രൈ ഓൺ ഞാൻ അവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ബ്ലാക്കിൽ ഇങ്ങനത്തെ ഒരു ഓറഞ്ച് കളർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് ആ ക്യാരറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഹിജാബും കൂടി ഇട്ടപ്പോൾ അതിൻ്റെ ലുക്ക് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. സെയിം മെറ്റീരിയൽ ആണ്, കൂടുതലൊന്നും പറയാനില്ല. സെയിം കട്ടിങ്ങും സെയിം സ്റ്റിച്ചിങ്ങും പിന്നെ ഫുൾ സ്ലീവ് വരുന്നുണ്ട്, ഫുള്ളായിട്ട് ലെങ്ത്ത് വരുന്നുണ്ട്, എല്ലാം സെയിം ആണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അതും അടിപൊളിയാണ്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് അടിപൊളിയാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അടിപൊളിയാണ്. കാരണം എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ കളർ ചേഞ്ചസ് ആണെങ്കിൽ ഇത് അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ഹിജാബിന് അതിലേക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി നമുക്ക് കിട്ടുക. അടുത്ത ഡ്രസ്സ് വീണ്ടും ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കാണിക്കാന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അത് ഇങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് അതിൻ്റെ പ്രിന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെയും ലിങ്ക്, എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ സെയിം ആയതുകൊണ്ടാണ് ഓരോന്ന് എടുത്തെടുത്ത് കാണിക്കാത്തത് കേട്ടോ. എല്ലാത്തിൻ്റെയും ട്രൈ ഓണിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് 3 ഞാൻ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത മാക്സി ഡ്രസ്സ് കാണാം. അടുത്ത മാക്സി ഡ്രസ്സും ഇതേപോലെയാണ് ഏകദേശം ഇതിൻ്റെ കഴുത്ത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇത് ഞാൻ കുറച്ച് കാലമായി യൂസ് ആക്കുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് വാങ്ങിച്ചതായിരുന്നു. ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ മാക്സി ഡ്രസ്സ് ആണല്ലോ. ആ ഒരു ടൈമിൽ ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ ഒരു പർച്ചേസിൽ. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ പോളിസ്റ്റർ അല്ല, ഇത് ഒരു ഷിഫോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി
ഷിഫോൺ മെറ്റീരിയലും ക്രേപ്പ് മെറ്റീരിയലൊക്കെ വരുന്ന നമുക്ക് നല്ല ഒതുങ്ങി നിൽക്കും കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന പ്രത്യേകിച്ചും നല്ല ഒതുക്കം തോന്നും. ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് പ്രഗ്നൻസി ടൈമിലൊക്കെ വയറുണ്ടാകുമ്പോഴും നമുക്കൊരു ഒതുങ്ങി ഒരു വൃത്തിക്ക് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴുത്തതാ ഇതുപോലെ തന്നെ ഇങ്ങനെ ചുരുക്കമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ പുറത്ത് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് വണ്ടി പോകുന്ന ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അതൊന്ന് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടാൻ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ലൈനിങ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഏകദേശം ഇത്ര തന്നെ ലൈനിങ് വന്നിട്ടുണ്ട്. ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നേരത്തെ കാണിച്ചതിന്റെ അതേപോലെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ക്രേപ്പ് മെറ്റീരിയൽ വലിയ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ പ്രിന്റും നല്ല ഭംഗിയുണ്ട്. വൈറ്റിൽ ഇതാ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ അധികം കാണിക്കുന്ന ഫ്ലോറൽ പ്രിന്റിൽ വരുന്നതാണ്. ഓവറോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിന്റെ സ്ലീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ലീവ്സ് ഇതാ ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്കിത് കറക്റ്റ് ഫുൾ സ്ലീവ് ആയിട്ട് നിൽക്കുന്നില്ല, ഏകദേശം ഒരു ഇത്രത്തോളാണ് വരുന്നത്. പിന്നെ സ്ലീവ്സിന്റെ ഭാഗത്ത് ട്രാൻസ്പെറന്റ് ആണ്, ലൈനിങ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഒരു ഇന്നർ യൂസ് ആക്കലും മസ്റ്റ് ആണ്. ഓവറോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നേരത്തെ കാണിച്ച ക്രേപ്പിന്റെ അതേപോലെ തന്നെയാണ് ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വന്നിട്ടുള്ളത്. പക്ഷെ ഇത് ഷിഫോൺ ആണെന്നുള്ളത് കൊണ്ട് എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഇനി വേറെയും കളേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഉണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഒരേ കാറ്റഗറിയിലുള്ളത് എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ക്വാളിറ്റി ഒരേപോലെയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിന് 300 സംതിങ് ആയിരുന്നു. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഞാൻ കുറേ ടൈം വാഷ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ആഫ്റ്റർ വാഷ് റിവ്യൂ കൂടിയാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഡ്രസ് എന്ന് പറയുന്നത് അഗെയിൻ 300 സംതിങ്ങിനാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ കാണിക്കുന്നതാണ് കേട്ടോ. ഇതും ഒരു ഷിഫോൺ മെറ്റീരിയൽ അല്ല, ഒരു വേറെ നല്ല കൊഴിഞ്ഞു നിൽക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സ്ലീവ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ സ്ലീവ് വരുന്നില്ല, ഇത്രത്തോളമാണ് നമ്മളുടെ സ്ലീവ്സ് വരുന്നത്. പിന്നെ ഒരു ഗ്രീൻ കളറാണ്, ഇതിൻ്റെ തന്നെ ബ്ലൂവും പിങ്കും അങ്ങനെ വേറെ കുറേ കളേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ കൂടെ തന്നെ ഒരു ബെൽറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെനിക്ക് കറക്റ്റ് ഒരു മാക്സി ലെങ്ത്തിലല്ല നിൽക്കുന്നത്, ഏകദേശം എൻ്റെ ആങ്കിളിൻ്റെ കുറച്ച് മിഡിലായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹൈറ്റ് 5 ഫീറ്റ് ആണ്. അപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നെക്കാളും ഹൈറ്റുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി കയറി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഇഷ്ടപ്പെട്ടു. കാരണം 300 സംതിങ്ങിന് എന്തായാലും വേർത്താണ്, നല്ല മെറ്റീരിയലൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ബട്ടൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയാണ്. അതാണ് എനിക്കതിൽ എന്നോട് കുറേ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞാൻ കാണിച്ച 4 ഇവിടെ കെട്ട് വരുന്നുണ്ടെങ്കിലും ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് ബട്ടൺ വരുന്നതുകൊണ്ട് ഇത് പെർഫെക്റ്റ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ തന്നെ വേറെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളുടെ നെക്സ്റ്റ് വണ് ഇതാണ്. ഇതെല്ലാം ഞാൻ എടുത്തിട്ടുള്ള സൈസ് 46 ആണ് കാണുന്നത്. എനിക്ക് തോന്നുന്ന മീഡിയം ആയിരിക്കാം, കാരണം ഇതിവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു ഇലാസ്റ്റിക് വരുന്ന ടൈപ്പാണല്ലോ, അതുകൊണ്ട് ഞാൻ മീഡിയം ആയിരിക്കും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ലെങ്ത്ത് വരുന്നത് നമുക്ക് നിങ്ങൾക്ക് ട്രൈ ഓണിൽ കാണുന്നുണ്ടാവും. പിന്നെ സ്ലീവ്സ് ഉണ്ടല്ലോ വളരെ കുറവാണ്, നമുക്കൊരു മോഡസ്റ്റ് വെയർ ആയിട്ടൊന്നും യൂസ് ആക്കാൻ പറ്റില്ല. ഏകദേശം നമ്മളുടെ ഈ ഒരു എൽബോ കവർ ചെയ്യുന്ന രീതിയിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ക്രീപ്പ് അല്ല, പക്ഷെ നല്ല ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ലീവ്സ് ഇതാ, സ്ലീവ്സിൻ്റെ എൻഡിൽ ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്രയും വന്നാൽ നമ്മൾ ഇങ്ങോട്ട് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ മേലേക്ക് കയറാനുള്ള ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. ഏകദേശം അതാ ഇത്ര വരുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത സ്ലീവ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിന് മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്രഷ്ഡ് മെറ്റീരിയലാണ്. ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല, ക്രേപ്പിൻ്റെ തന്നെ ആ ഒരു പോളിസ്റ്ററിൻ്റെ ഒരു ക്രേപ്പിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ തൊടാൻ നല്ല സുഖമുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും തോന്നുന്നു. പിന്നെ അതാ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ എലാസ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഹഗ്ഗിങ് ആയിട്ട് നിൽക്കും. സോ നിങ്ങളത് കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈസ് അപ്പ് എടുക്കാവുന്നതാണ്. നല്ലൊരു കളർ കോമ്പിനേഷന്, നല്ല ഭംഗിയുള്ളൊരു മെറൂൺ കളറ്, അതിലിതാ പിങ്കൊക്കെ വന്നിട്ട് നല്ല ന്യൂട്രൽ ആയിട്ടുള്ള, മീൻസ് ഭയങ്കര ഇതുവരെ ഞാൻ കാണിച്ചൊക്കെ ഭയങ്കര കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ആയിരുന്നല്ലോ അതുപോലെ വന്നിട്ടുണ്ടായിരുന്ന ഫ്ലോറൽ പ്രിന്റ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, എല്ലാം ഭംഗിയുണ്ട്, ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. സോ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് വന്നിട്ടുണ്ട്, താഴേക്ക് ഇതാ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഓവറോൾ ഇത് നല്ല ഭംഗിയുണ്ട്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഇതുവരെ നമ്മൾ ഫ്ലോറൽ പ്രിന്റ് കണ്ട് മടുത്തിട്ടുണ്ടാവും. സോ ഒരു സോളിഡ് കളറിൽ വരുന്നതാണ്. ഇതിലും ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. ഇതിങ്ങനെയാണ്, ഇത് ഒരു വി നെക്കായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ സ്ലീവ് വരുന്നില്ല, ഏകദേശം നമുക്ക് 3/4 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു ക്രേപ്പ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, ഇത് ഇട്ടിട്ടുള്ള ലുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. സോ ഇതിനിങ്ങനെ ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ നല്ലൊരു ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ താഴെ ഇങ്ങനെ ഓരോരോ
ഇങ്ങനെ ചുരുക്കായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ടുള്ള ലുക്ക് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും ഇട്ടിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം ഇൻസ്റ്റഗ്രാമിൽ. നമ്മളുടെ ലാസ്റ്റ് മാക്സി ഡ്രസ്സ്, ഞാൻ മാക്സി ഡ്രസ്സ് ആണെന്ന് വിചാരിച്ച് വാങ്ങിച്ചതായിരുന്നു. ചിലർക്കൊക്കെ മാക്സി ലെങ്ത്തിൽ നിൽക്കുമായിരിക്കും, എന്നെക്കാളും ഹൈറ്റ് കുറച്ച് കുറവുള്ളവർക്ക്. പക്ഷെ എനിക്കിത് കുറച്ചുകൂടി മേലേക്ക്, ആംഗിളിനേക്കാളും കുറച്ച് മേലേക്ക് കയറിയിട്ടാണ് നിൽക്കുന്നത്. ഒരു പിങ്ക് കളർ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ എനിക്ക് പൊതുവെ അങ്ങനത്തെ ഷെയ്ഡ്സ് വലിയ ഇഷ്ടമില്ലാത്തത് കാരണം ഞാനത് റിട്ടേൺ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പിങ്കിൽ അങ്ങനത്തെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാം. ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. സ്ലീവ്സ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുൾ സ്ലീവ് വരുന്നില്ല, അതേപോലെ തന്നെ ലെങ്ത്തും ഫുൾ ലെങ്ത്തിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ജീൻസ് വെച്ചിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. സോ ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള കളക്ഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ എനിക്കും ഇനിയും കൂടുതൽ കളക്ഷൻസ് ആഡ് ചെയ്യുമ്പം അതിനോട് സിമിലർ ആയിട്ടുള്ളത് ആഡ് ആക്കാമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.